ആയുർവേദ മേഖല എന്ന് പറയുന്നത് വളരെ വിപുലമായ സാധ്യതകളുള്ളൊരു മേഖലയാണ്. ആയുഷ് എന്ന് പറയുന്ന ആരോഗ്യ പരിചരണ മേഖല ആവിഷ്കരിക്കപ്പെട്ടതോടുകൂടെ ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും ആയുർവേദത്തിന് വലിയ സാധ്യതകളാണുള്ളത്. ആയുർവേദത്തിൻ്റെ മേഖല ചികിത്സയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകൾ എന്ന് പറയുന്നത് ഡോക്ടർ എന്നതിനപ്പുറത്തേക്ക് പരിചരണ മേഖല, ആയുർവേദ നഴ്സിംഗ്, ആയുർവേദ മരുന്നുകളുടെ നിർമ്മാണവും വിപണനവും അതിൻ്റെ ഗുണനിലവാര പരിശോധനയുമൊക്കെയായി ബന്ധപ്പെട്ട ആയുർവേദ ഫാർമസിസ്റ്റ് എന്ന ഒരു മേഖല. ഈ മേഖലയിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയും? അവിടെ നമുക്കറിയാം ആയുർവേദ ചികിത്സാ മേഖലയിൽ കിഴി ചികിത്സ എന്ന് പറയുന്ന മേഖലയുണ്ട്, പഞ്ചകർമ്മ എന്ന് പറയുന്ന മേഖലയുണ്ട്, മസാജിങ് പോലുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ള മേഖലകളുണ്ട്. ഇങ്ങനെയുള്ള സാധ്യതകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു നല്ല മേഖലയായിട്ട് മെഡിക്കൽ ടൂറിസം മാറുന്നൊരു കാലഘട്ടത്തിൽ ആയുർവേദ ഫാർമസിസ്റ്റ്, ആയുർവേദ നഴ്സിംഗ് എന്ന മേഖലയുടെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ്? ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് +2 പാസ്സാകുന്ന ഒരു കുട്ടിക്ക് വേണമെന്നുണ്ട് എങ്കിൽ സയൻസ് സ്ട്രീമിൽ +2 പാസ്സായ ഒരു കുട്ടിക്ക്, ബയോളജി സയൻസ് പഠിച്ച് പാസ്സായ ഒരു കുട്ടിക്ക് ആയുർവേദ നഴ്സിങ്ങിനും ആയുർവേദ ഫാർമസി കോഴ്സിനും അഡ്മിഷൻ എടുക്കാനായിട്ട് അനുവാദമുണ്ട്. നമുക്ക് കേരളത്തിൽ MVR കോളേജ് ഓഫ് ആയുർവേദിക്കിലാണ് ഈ സാധ്യതകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കണ്ണൂരാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ ധാരാളം സ്വകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇവിടെയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഈ കോഴ്സിലേക്കാണ് നമുക്ക് പ്രവേശനം ലഭിക്കുക. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അവർ പാഷനേറ്റ് ആണെങ്കിൽ, കാരണം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് പോലെ അല്ല ആയുർവേദ ചികിത്സ. ഉഴിച്ചിലും പിഴിച്ചിലുമൊക്കെ നല്ല കെയർ വേണ്ടതാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും അവിടെ നിലനിൽക്കാൻ പറ്റുക. രോഗികളുടെ വേദനയും ഒക്കെ ഉള്ള രോഗികളെ അവരുടേതായിട്ടുള്ള സാന്ത്വനപരമായ സമീപനത്തിലൂടെ അവരെ പരിചരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള അഭിരുചികൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. വേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തലകറങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഇത്തരം മേഖലകളിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആയുർവേദ മേഖല അതിൻ്റെ 2 മേഖലകളിലേക്കാണ് നമ്മൾ പരിഗണിക്കപ്പെടുന്നത്. ഒന്ന് നഴ്സിംഗ് എന്ന് പറയുന്ന മേഖല, അത് ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുക, ചികിത്സയിൽ വേണ്ട ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സാ രീതികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അത് വിവിധങ്ങളിപ്പോൾ നസ്യം എന്ന് പറയുന്ന ചികിത്സാ രീതി ഉണ്ടാകാം, അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സാ രീതികളുണ്ടാകാം, ഉഴിച്ചിലും പിഴിച്ചിലും അടക്കമുള്ള മേഖലകൾ. ഇതെല്ലാം ചെയ്യുന്നത് ഈ ആയുർവേദ നഴ്സുമാരായിരിക്കും. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ +2-ന് ബയോളജി സയൻസ് എടുത്തിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് 50 സീറ്റുകളാണ് നമുക്കുള്ളതാകെ. ആ സീറ്റുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനും സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നമുക്കറിയാം ആയുർവേദ മസാജ് പാർലറുകൾ ഇന്ന് കോമൺ ആണ്. വലിയ ഡിമാൻഡുമാണ് ആയുർവേദ മസാജ് പാർലറുകൾക്ക്. അപ്പോൾ ആയുർവേദ മസാജ് പാർലറുകൾ അവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇത്തരം മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നതിന് അവസരമുണ്ട്. സ്പാ തെറാപ്പിയും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മേഖലകളാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു മേഖല നമ്മുടെ മുമ്പിലുള്ളത് ആയുർവേദ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന പഠന തൊഴിൽ മേഖലയാണ്. ആയുർവേദ ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിലുള്ള ധാരാളം മരുന്നുകൾ, ആ മരുന്നുകൾ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മേഖലകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുള്ള പച്ചമരുന്നുകളുടെ കൂട്ടുകളാണ് ആയുർവേദ മരുന്നുകളെന്ന് നമുക്കറിയാം. ആ പച്ചമരുന്നുകളെ തിരിച്ചറിയാൻ കഴിയണം, ചെടികളെ തിരിച്ചറിയാൻ കഴിയണം. അതിൻ്റെ വളർച്ചയും അതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ സംരക്ഷണവും അതിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ അവഗാഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾ നിർമ്മിക്കുന്ന ആ ഒരു പ്രോസസ്സിങ് ടെക്നോളജിയെയും ഒക്കെ കുറിച്ച് നമ്മൾ അറിയാൻ കഴിയണം, അതിൻ്റെ പാകം അറിയാൻ കഴിയണം. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് ഈ പഠന മേഖല. അത് കഴിഞ്ഞാൽ ഈ മരുന്ന് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് നൽകേണ്ടത്, രോഗികൾക്ക് നൽകേണ്ടത്, അവരെങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്, ആ മരുന്ന് ഉപയോഗിക്കേണ്ട ക്രമങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവരെ കൗൺസിൽ ചെയ്യുന്നൊരു മേഖല കൂടിയാണിത്. സ്വാഭാവികമായിട്ടും ആയുർവേദ ഫാർമസികളിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ കഴിയും എന്നതിനൊപ്പം തന്നെ ആയുർവേദ മരുന്ന് നിർമ്മാണശാലകളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരങ്ങളും നമുക്കുണ്ട്. അവിടെ തന്നെ നമുക്ക് നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യാം,
പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യാം. അതുകൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി അഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുമപ്പുറം ഇതിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഗവേഷണ മേഖലകളിൽ നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം മേഖലകളിലൊക്കെ സാധ്യതകളുള്ള വിപുലമായ അവസരങ്ങളുള്ളൊരു മേഖല തന്നെയാണ് ആയുർവേദം. ആയുർവേദം ലോകോത്തരമായൊരു ചികിത്സാ മേഖലയാണെന്ന് നമുക്കറിയാം. മറ്റു പല രാജ്യങ്ങളും ആയുർവേദത്തെ ഇന്ന് അംഗീകരിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ആയുർവേദത്തെ അംഗീകരിച്ച് വരുന്നൊരവസ്ഥയുണ്ടാകുമ്പോൾ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന നമ്മുടെ വലിയ ഉണർവ് ആയുർവേദ മേഖലയുടെ ഒരു ഉപയോഗത്തിന് കൂടി കാരണമാകും. കാരണം ഈ കർക്കിടക മാസത്തിലുമൊക്കെ നമ്മൾ സുഖചികിത്സ എന്ന് പറയുന്ന മേഖലയിലേക്ക് ധാരാളം ആൾക്കാർ കേരളത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ആയുർവേദത്തിൻ്റെ നാട് എന്ന നിലയിൽ ഭാരതത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഇത്തരം മേഖലയിൽ നൽകാനുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ തൊഴിൽ സാധ്യതകൾ, വിദേശ രാജ്യങ്ങളിലിപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആയുർവേദത്തിന് വലിയ സാധ്യതകളുണ്ട്. അവിടെയൊക്കെ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങൾ ആവിഷ്കരിക്കപ്പെട്ട് അംഗീകരിച്ച് നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. അതിന് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, വളരെയധികം താല്പര്യം മേഖലകളിൽ വെച്ചു പുലർത്തുന്ന ആൾക്കാർക്ക് അതിലേക്ക് കടന്നു ചെല്ലാം. നല്ല അക്കാഡമിക് മികവുകൾ ഉണ്ടാകുക തന്നെ വേണം ഇവിടെ. കാരണം ഇതൊരു ചികിത്സാ മേഖലയാണ്. ആ ചികിത്സാ മേഖലയിൽ നമ്മുടെ മർമ്മ ചികിത്സയൊക്കെ യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. അതൊരു ഫിസിക്കൽ അനാട്ടമി പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ തയ്യാറായിട്ടുള്ള മനസ്സൊരുക്കമുള്ള ആൾക്കാർക്കായിരിക്കും ഇവിടെ വിജയിക്കാൻ കഴിയും. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഭേദമില്ലാതെ ആർക്ക് വേണമെങ്കിലും കടന്നു വരാൻ കഴിയുന്ന ഏറ്റവും മികച്ച വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു തൊഴിലവസരങ്ങളിൽ ഒന്നാണിത്. പക്ഷേ വളരെയധികം ആൾക്കാർ എത്തിച്ചേരാത്ത ഒരു മേഖലയും കൂടിയാണ് എന്ന് നമുക്കിതിനെ പറയാൻ കഴിയും. കാരണം പലർക്കും ഇത്തരമൊരു തൊഴിൽ മേഖലകളെക്കുറിച്ച് അറിയില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ആയുർവേദ ആശുപത്രികളിലൊക്കെ ജോലിക്ക് നമുക്ക് സാധ്യതകൾ ഉണ്ടാകുന്നത് ഇത്തരം കോഴ്സുകൾ പഠിച്ച കുട്ടികൾക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു സാധ്യതയെ വിലയിരുത്തിക്കൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ മെഡിക്കൽ മേഖലയിലേക്ക്, ഇനി അതല്ല ആയുർവേദമല്ല നമ്മൾ ആഗ്രഹിച്ചത് അലോപ്പതി മേഖലയിലെ ഒരു തൊഴിലാണ്, പക്ഷെ അവിടേക്ക് എത്താനുള്ള സ്കോറുണ്ടായില്ല, അതിലേക്ക് എത്താൻ നമുക്ക് പല കാരണത്താൽ സാധിച്ചില്ല, അഡ്മിഷൻ കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നാൽ ഒരു നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവായിട്ട് വേണമെങ്കിൽ ഈ വൈദ്യശാസ്ത്ര മേഖലയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. രോഗികളുമായിട്ട് അടുത്തിടപഴകാനും അവരുടെ വിവിധ ചിന്തകളെ നമ്മളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് അവരുടെ വേദനകളെ അകറ്റാനും അവരെ സാന്ത്വനിപ്പിക്കാനും കഴിയുന്ന, അവർക്ക് ശുഭപ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഏതൊരു കുട്ടിക്കും ഒരു ആയുർവേദ നേഴ്സാകാം, ആയുർവേദ ഫാർമസിസ്റ്റാകാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖല, ഒരു വൈദ്യശാസ്ത്ര തൊഴിൽ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരങ്ങളിൽ ഒന്നാണ് ഈ കോഴ്സുകൾ നമുക്ക് സമ്മാനിക്കുന്നത്.